തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികളെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന ഒന്നുണ്ട്. അവരുടെ കൈവശമുള്ള 2 സംസ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു വലിയ ഭയമാണ് അവർക്കുള്ളത്. കാരണം അതിൻ്റെ സൂചനകളൊക്കെ പലവട്ടം വന്നതാണ്, മാധ്യമങ്ങളടക്കം അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ടത് കർണാടക തന്നെയാണ്. ഈ കുമാരസ്വാമിയെ BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സഖ്യത്തിലേക്ക് ചേർത്തതിനെ പലരും സംശയത്തോടെയാണ് കണ്ടത്. കാരണം കഴിഞ്ഞ തവണ BJP ഒറ്റയ്ക്ക് നിന്ന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയ BJPക്ക് എന്തുകൊണ്ട് ഇപ്പോൾ കുമാരസ്വാമിയുടെ JDS-നെ കൂടി ചേർക്കേണ്ടി വന്നു എന്നൊരു ചോദ്യം. പക്ഷേ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്നുള്ളൊരു സൂചനയും പുറത്തു വരുന്നുണ്ട്. കാരണം ഈ കുമാരസ്വാമി BJP-യുമായിട്ടുള്ള അലയൻസിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് കഴിഞ്ഞാൽ ഉടൻ കോൺഗ്രസ് പിളരും, 60 MLA-മാരും തങ്ങളുമായി ഇതിനകം കോൺഗ്രസിൻ്റെ 60 MLA-മാരും തങ്ങളുമായി ഇതിനകം ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് ഈ കുമാരസ്വാമി പറഞ്ഞത്. കുമാരസ്വാമി ഇപ്പോൾ ലോക്സഭയിലേക്കാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ലോക്സഭയിലേക്ക് പോവുകയും കുമാരസ്വാമിക്ക് ഒരു കേന്ദ്ര മന്ത്രി പദവി നൽകി അവിടെ മാറ്റി നിർത്തപ്പെടുകയും ഇവിടെ BJP-യിലേക്ക് മാറ്റി BJP-യുടെ മുഖ്യമന്ത്രിയായി കർണാടക ഭരണം മുൻപോട്ട് കൊണ്ടുപോകാമെന്നൊരു പ്ലാനാണ് BJP-ക്ക് ഉള്ളത്. ഏതായാലും കർണാടകത്തിലെ നിയമസഭയുടെ അംഗബലം 224 കോൺഗ്രസ് 137, BJP 67, JDS കുമാരസ്വാമിയുടെ JDS-ന് 19 ഉണ്ട്, ഒരു സ്വതന്ത്രൻ ഉണ്ട്. ഏതായാലും ഈ സ്വതന്ത്രനും JDS-ഉം ഉൾപ്പെടെ BJP-ക്ക് 86, അതായത് ഭരണം പിടിക്കാൻ 113 എന്ന സംഖ്യയാണ് വേണ്ട. അതിനു വേണ്ടിയിട്ട് കേവലം 27 MLA-മാരുടെ പിന്തുണ മാത്രമാണ് BJP-ക്ക് കർണാടക ഭരണം പിടിക്കാൻ ആവശ്യമുള്ളത്. കുമാരസ്വാമി പറയുന്നത് 60 MLA-മാർ തങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കർണാടകത്തിലെ ഭരണം അനിശ്ചിതത്വത്തിലാകും, അത് വീഴുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നത് തെലങ്കാനയാണ്. അവിടെ രേവന്ത് റെഡ്ഡിയുണ്ട്, പഴയ യുവമോർച്ച നേതാവാണ്, ABP നേതാവാണ്. അദ്ദേഹവും ഈ അടുത്ത കാലത്തൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്തുതികളുമായി രംഗത്തെത്തി. 119 അംഗ നിയമസഭയാണ്. അവിടെ കോൺഗ്രസ് വലിയ മെജോറിറ്റി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് 68 MLA-മാരുണ്ട്, CPI-ക്ക് 1 MLA ഉണ്ട്, BRS-ന് 34, BJP-ക്ക് 8, മറ്റുള്ളവർക്ക് അതായത് OWC അടക്കമുള്ളവർക്ക് 7 MLA-മാരുണ്ട്. ഇവിടെയും കോൺഗ്രസിനൊരു വലിയ പിളർപ്പുണ്ടായി. രേവന്ത് റെഡ്ഡി അടക്കം BJP-യിലേക്ക് എത്തി ഭരണം മാറുമോ എന്നൊരു സംശയം കോൺഗ്രസ് വെച്ചു പുലർത്തുന്നു. ഇതുപോലെ തന്നെ ആടി ഉലഞ്ഞു നിൽക്കുന്ന അനവധി സംസ്ഥാനങ്ങളുണ്ട്, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ തോൽവിയല്ല, അതിനേക്കാൾ വലിയ ആഘാതങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പ്രതിപക്ഷം ഭയക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.